നമസ്കാരം. അങ്ങനെ രാജസ്ഥാൻ റോയൽസ് 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. 58 റൺസിന്റെ ലോക തോൽവി ഏറ്റുവാങ്ങി രാജസ്ഥാൻ റോയൽസ്. അങ്ങനെ വീണ്ടും രാജസ്ഥാൻ റോയൽസ് പൊട്ടിയിരിക്കുന്നു. സഞ്ജു കഴിഞ്ഞ കളിയിൽ ക്യാപ്റ്റനായതിനു ശേഷം ഒരു കളി ജയിച്ചതായിരുന്നു. ഈ കളിയും ജയിക്കുമെന്നൊക്കെ കരുതി, പക്ഷെ അപാര തോൽവിയായിപ്പോയി, നാണംകെട്ട തോൽവിയായിപ്പോയി എന്ന് തന്നെ പറയേണ്ടതായിട്ടിരിക്കുന്നു. അതായത് 58 റൺസിനാണ് തോറ്റത്. എന്തോന്നടേ ഇതൊക്കെ, എന്തൊരു അമ്പയറിംഗ് ഇടേ. അതുപോലെ ഈ തേർഡ് അമ്പയർ പരാഗിന്റെ ഔട്ട്, എനിക്ക് തോന്നുന്നില്ല അത് ഔട്ടാണെന്ന്, അത് നോട്ട് ഔട്ട് ആണെന്ന് തോന്നുന്നു. അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. അപ്പോ എന്തായാലും നമ്മളെ ഗുജറാത്ത് 217 റൺസ് അടിച്ചു. ഫസ്റ്റ് അവരുടെ ക്യാപ്റ്റൻ ഗില്ലിനെ വെറും 2 റൺസിന് നഷ്ടപ്പെട്ടു എങ്കിലും അതിനുശേഷം അവന്മാർ 217 റൺസ് അടിച്ചുകൂട്ടി, വെറും 6 വിക്കറ്റ് നഷ്ടത്തിൽ. അതില് എടുത്തു പറയാനുള്ള ഇന്നിങ്സ് നെടുന്തൂണായത് സായി സുദർശന്റെ ഇന്നിങ്സ് ആണ്. വളരെ ക്ലാസ് പ്ലെയർ ആണ് കേട്ടോ. ക്ലാസ് നമ്മളെ സൂപ്പറിന് ഭയങ്കര ഇഷ്ടമാണ് സായി സുദർശന്റെ ബാറ്റിംഗ്. എന്റെ ക്യാപ്റ്റൻ ആയിരുന്നേ. ഓക്കെ, സായി സുദർശൻ എന്ത് ചെയ്തു? 82 റൺസ് അടിച്ചു, 53 ബോളുകൾ മാത്രം. നമ്മള് മറ്റുള്ള അങ്ങനെ ഈ പറയുന്ന വിസ്ഫോടനമായിട്ടുള്ള ബാറ്റിംഗ് അല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ക്ലാസ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ ആണ്. ഇന്ത്യൻ ടീമിൽ എത്താനുള്ള എല്ലാ കഴിവും അവനുണ്ട്, എല്ലാ പിന്നീട് സംഭവം അവൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എത്രയും പെട്ടെന്ന് ഇന്ത്യൻ ടീമിൽ എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ജോസ് ബട്ട്ലർ വന്നു. ഇപ്പൊ ഗില്ല് നേരത്തെ പോയി ആർച്ചറിന്റെ കിട്ടിലം ബൗൾഡായിരുന്നു. സത്യം പറഞ്ഞ പിന്നീട് ഗില്ലിന്റെ കയ്യിൽ അതിന് മറുപടി ഒന്നും ഇല്ലായിരുന്നു. അമ്മാതിരി ബോളായിരുന്നു, ബോള് വിൻസിംഗ് ആയിരുന്നു. അവൻ ഔട്ട് സ്വിംഗിന് ബാറ്റ് വെച്ചു. ശരി, ബട്ട്ലർ 36 റൺസ് അടിച്ച് 25 ബോളിൽ നിന്ന് 5 ഫോറുകൾ അടിച്ച് പിന്നെ വന്നിട്ട് അപ്രതീക്ഷിതമായി ഷാരൂഖ് ഖാനെ നേരെ എടുത്തു വിട്ടു. ഷാരൂഖ് ഖാൻ 20 ബോളിൽ നിന്ന് 36 റൺസ്, 2 സിക്സും 4 ഫോറൊക്കെ അടിച്ചു. ഓക്കെ, പിന്നെ റദർഫോർഡ് വലുതായിട്ട് അടിച്ചിട്ട് പിന്നെ രാഹുൽ ത്രിവാട്ടിയ 24 റൺസ് അടിച്ചോട്ടെ, 12 ബോൾ. അവനാണ് അവസാനം കൊണ്ട് 2 സിക്സ് ഒക്കെ അടിച്ചുകൊണ്ട് ഈ പറയുന്ന ഈ സ്കോറിലേക്ക് എത്തിയത്. അതും എടുത്തു പറയണം. നമ്മുടെ റാഷിദ് ഖാന്റെ ഈ പറഞ്ഞ ഒരു സിക്സും പിന്നീട് 4 സിക്സും 4ഉം അടിച്ചതൊക്കെ എന്ത് ചെയ്തു? 4 ഫോറും അടിച്ചിരിക്കുന്നു. ഒരു സിക്സും ഒരു ഫോറും അല്ല, 4 ബോളിൽ നിന്ന് 12 അല്ലെ, ഒരു സിക്സും ഒരു ഫോറും. ഓക്കെ, അതും അവരെന്ത് 217 റൺസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഗുജറാത്തിനെ സഹായിച്ചു. അതായത് 14-1 കിടന്ന ഗുജറാത്താണ് പിന്നീട് വിക്കറ്റ് പോയത് 94-ലാണ് രണ്ടാമത്തെ വിക്കറ്റ് പോയത്. അതിനുശേഷം മൂന്നാമത്തെ വിക്കറ്റ് പോയത് 156-ലാണ്. മനസ്സിലായി? അപ്പൊ അത്രയും ഒരു ഇവരുടെ ബൗളിംഗ് അത്ര ശരിയല്ല എന്നാണ് അർത്ഥം. സത്യം പറഞ്ഞാൽ ആർച്ചർ നല്ല രീതിയിൽ ആദ്യ തുടക്കകാലങ്ങളിൽ ആർച്ചർ അടിമാന്തി 2 കളി കൊണ്ട് ആർച്ചർ നല്ല രീതിയിൽ എറിയുന്നുണ്ട്. 30 റൺസ് മാത്രമേ വിട്ടുകൊടുത്തിട്ടുള്ളൂ. ഒരു നിർണായക വിക്കറ്റ് ബ്രേക്ക് ത്രൂ തരുകയും ചെയ്തു. പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ദേശ്പാണ്ഡെ ഈ പറയുന്ന 53 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 2 പിന്നീട് വിക്കറ്റ് എടുത്തു. തീക്ഷണയും 2 വിക്കറ്റ് എടുത്തു. അപ്പൊ ഇതായിരുന്നു അവരുടെ, അതായത് ഗുജറാത്തിന്റെ സ്കോർ. 217 റൺസ് അടിച്ചു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ നമ്മളെ രാജസ്ഥാൻ റോയൽസിൽ ഇപ്പൊ പേര് മാത്രമേ ഉള്ളൂ. 159 റൺസിന് ആൾ ഔട്ടായി. വെറും 19.2 ഓവർ ഇനിയും കിടക്കുന്നു. ഒരു 4 ബോൾ വരെ കിടക്കുന്നു. ആൾ ഔട്ടായി എന്നുള്ളതാണ്. ജയ്സ്വാൾ കഴിഞ്ഞ കളി ജയ്സ്വാൾ കളിച്ചു, ആ കളി ജയിച്ചു. ഈ വട്ടം വീണ്ടും, കാരണം ഈ കളിച്ച എനിക്ക് 5 കളിയിൽ 4 കളിയും തോറ്റു, 1 കളി മാത്രമേ ജയിച്ചിട്ടുള്ളൂ. നമുക്ക് സ്കോർ ബോർഡ് പിന്നെ നോക്കാം. ഓക്കെ, അവര് കഴിഞ്ഞ കളി ജയ്സ്വാൾ കളിച്ചു, ആ കളി ജയിച്ചു. ഈ കളി ജയ്സ്വാൾ വീണ്ടും അടിച്ചില്ല, കളി വീണ്ടും തോറ്റു എന്നുള്ളതാണ്. സഞ്ജു സാംസൺ നല്ല രീതിയിൽ കളിച്ചു എന്ന് തന്നെ പറയാം. 28 ബോളുകൾ നേരിട്ടുകൊണ്ട് 41 റൺസും 2 ഫോറുകളും 2 സിക്സുകളും 4 ഫോറും അടിച്ചു. അവന്റെ ആ ക്യാച്ചും കിട്ടുന്ന ഷോട്ടായിരുന്നു. അത് അങ്ങനെ ഷോട്ട് അടിക്കാൻ പറ്റില്ല, എയർ നിന്നുകൊണ്ടൊക്കെ അടിച്ച ഷോട്ടാണ്. അൺഫോർച്ചുനേറ്റ് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. കാരണം അത്രയ്ക്ക് റൺ റേറ്റ് വേണമായിരുന്നു. നിതീഷാണ് ഒരു റൺസ് അടിക്കാൻ പറ്റുള്ളൂ. റിയാൻ പരാഗിന്റെ കേസാണ്. 14 ബോളുകൾ നേരിട്ടുകൊണ്ട് 20 ഫ്ലിക്ക് അടിച്ചുള്ള 6 എന്തേ ഇത്രയേ ഉള്ളൂ. പക്ഷെ അടിക്കുന്ന അടി അപാരമാണ്. പക്ഷെ അവന്റെ ഔട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബാറ്റ് ഗ്രൗണ്ടിൽ തട്ടിയെന്നാ തോന്നുന്നത്, ഔട്ട് അല്ല എന്നാ തോന്നുന്നത്. അതായത് തേർഡ് അമ്പയർ പെട്ടെന്ന് അങ്ങോട്ടൊരു തീരുമാനം എടുത്തതുപോലെ എനിക്ക് തോന്നി. അവർ ചെക്ക് ചെയ്തില്ല, ഈ ബാറ്റ് തറയിൽ കൊണ്ട് എന്നുള്ള ഒരു ചിന്ത പോലും അവർക്ക് പോവാത്ത പോലെ എനിക്ക് പെട്ടെന്ന് തന്നെ കണ്ടു സ്റ്റിക്കോമീറ്ററിൽ കാണിച്ച് ശരി ഓക്കെ ഔട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അത് കാണിച്ചത് ബാറ്റിൽ കൊണ്ടിട്ടാണോ ഗ്രൗണ്ടിൽ കൊണ്ടിട്ടാണോ എന്ന് നോക്കാൻ പറ്റിയില്ല, നോക്കിയില്ല. അത് വലിയൊരു തെറ്റ്. അതുകൊണ്ടാണ് പരാഗ് അപ്പൊ തന്നെ റിവ്യൂവിന് കൊടുത്തതും പിന്നെ അവൻ ഞെട്ടി തിരിച്ചു പോയതും. ധ്രുവ് ചെറയിൽ വലുതായിട്ടൊന്നും കളിച്ചില്ല, 5 റൺസ് അടിച്ചുള്ളൂ. ഹിറ്റ്മെയർ ഇവരുടെ ടോപ്പ് സ്കോർ ഹിറ്റ്മെയർ ആയിരുന്നു കേട്ടോ. 52 റൺസ് അടിച്ചു. 32 ബോളുകൾ ഫേസ് ചെയ്തിട്ട് 52, 3 ഫോറുകളും 3 സിക്സുകളും 4 ഫോറും. സെക്കൻഡ് ടോപ്പ് എന്ന് പറയുന്നത് സഞ്ജു ആയിരുന്നു. ഈ 41 റൺസ് ടോപ്പ് ഹിറ്റ്മെയറും, സെക്കൻഡ് ടോപ്പ് സഞ്ജു ആയിരുന്നു. പിന്നെ ഇവിടെ നോക്കണ്ടല്ലോ, ആരും ഇല്ല.
പിന്നെ എല്ലാം വരുന്നു പോകുന്നു. സിറാജ് ഇപ്പോ ഈ പറയുന്ന അവിടെ RCB ഉണ്ടായിരുന്നപ്പോ സിറാജ് എന്ന് വെച്ചാൽ ഒരു ചെണ്ടയായിരുന്നു, പോണവനും വരണവനും ഓട്ടിച്ചിട്ട് അടിച്ചുകൊണ്ടിരുന്ന ചെണ്ടായിരുന്ന പിന്നെ സിറാജ് ഇപ്പോ ഈ പറയുന്ന ഗുജറാത്തിലോട്ട് എത്തിയപ്പോൾ മപാര ഫോം. ഈ ഗുജറാത്ത് ഇത്രയും കളി ജയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കളി മാത്രമേ എന്തോ തോറ്റിട്ടുള്ളൂ, ബാക്കി എല്ലാ കളിയും ഇവന്മാർ ജയിച്ചു. അപ്പോ ഇതിനെല്ലാത്തിനും ഒരു പ്രധാന കാരണം എനിക്ക് 2 കളി തുടർച്ചയായിട്ട് മാൻ ഓഫ് ദി മാച്ച് ആര് വാങ്ങി? സിറാജ് ഇന്നും അതുപോലെ തന്നെ തുടക്കം കിടിലമായിട്ട് എറിഞ്ഞു. എന്തെന്ന് അറിഞ്ഞില്ല, 30 റൺസ് മാത്രമേ വിക്കറ്റ് വിട്ടുകൊടുത്തിട്ടുള്ളൂ, ഒരു വിക്കറ്റും തള്ളിയിട്ടു. പിന്നീട് പ്രസദ് കൃഷ്ണയാണ് ഇന്ന് ടോപ്പ് വിക്കറ്റ് ടേക്കർ, 3 വിക്കറ്റ് പ്രസദ് കൃഷ്ണ തള്ളിയിട്ടു. പിന്നെ റാഷിദ് ഖാൻ എന്നിട്ട് വിക്കറ്റ് ഒന്നും കുറവ് കളി കൊണ്ട് കിട്ടില്ലല്ലോ, പക്ഷെ ഈ കളി 2 വിക്കറ്റ് തള്ളിയിട്ടു. പിന്നെ സായി കിഷോറും 2 വിക്കറ്റ്, എപ്പോഴും സായി കിഷോർ 2 വിക്കറ്റ് തള്ളിയിട്ടുള്ളൂ. അങ്ങനെ ഇതായിരുന്നു സംഭവം. എന്നാലും ദയനീയ തോൽവിയായിരുന്നു കേട്ടോ, ദയനീയ തോൽവിയായിരുന്നു. ആ രീതിയിലാണ് തോറ്റത്. ഫസ്റ്റ് എംമാർക്കാണ് ഈ പറയുന്ന എന്താണ് ടോസ് കിട്ടിയത്. ടോസ് കിട്ടിയിട്ട് കൂടി എംമാർ എന്ത് ചെയ്തു, പിന്നീട് ഗുജറാത്തിനെ പിന്നീട് ബാറ്റിങ്ങിന് അയച്ചു എന്നുള്ളതാണ്. ഇനി നമുക്ക് ടേബിൾ നോക്കാം. IPL ടേബിൾ ഇപ്പൊ എങ്ങനെ കിടക്കണം എന്ന് വെച്ചാൽ, ഇപ്പൊ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഇപ്പൊ ടോപ്പിൽ കിടക്കുന്നത് കേട്ടോ, 8 പോയിന്റ്. അത് 5 കളികൾ കളിച്ചുകൊണ്ട് 4 ഈ പറയുന്ന 4 വിജയവും ഒരു ലോസും, അങ്ങനെ അവന്മാർക്ക് 8 പോയിന്റ് ഉണ്ട്. സെക്കൻഡ് പൊസിഷനിൽ ഡൽഹിയാണ്, 3 കളിയിൽ 3 ജയിച്ചു, ഒരു കളി പോലും അവർ തോറ്റില്ല, ഒരു കളി പോലും തോക്കാതെ. പക്ഷെ അവന്മാർ 3 കളിയെ കളിച്ചിട്ടുള്ളൂ, അവന്മാർക്ക് 6 പോയിന്റ് ഉണ്ട്. അവന്മാർ ടോപ്പ് 2-ല്. 3-ാം സ്ഥാനം RCBക്കാണ്, 4 കളിയിൽ 1 കളി മാത്രമേ തോറ്റുള്ളൂ, അവർക്കും 6 പോയിന്റ് ഉണ്ട്. പഞ്ചാബ് 4 കളിയിൽ 1 കളിയെ തോറ്റുള്ളൂ, അവർക്കും 6 പോയിന്റ്. അതുപോലെ തന്നെ LSGക്കും 5 കളി കളിച്ചു, അവരതിന് 2 കളി തോറ്റു, അവർക്കതിലും 6 പോയിന്റ്, പക്ഷെ 2 കളി തോറ്റിട്ടുണ്ട്. KKR 5 കളിയിൽ 3 കളി തോറ്റു, 2 കളി ജയിച്ചു, 4 പോയിന്റുമായിട്ട് 6-ാം സ്ഥാനത്തുണ്ട്. അതാ കിടക്കുന്നു രാജസ്ഥാൻ റോയൽസ്. 5 കളികളിൽ ഈ പറയുന്ന 2 ജയം, 2 കളി ജയിച്ചില്ല, 5 കളികളിൽ 2 ജയം 3 തോൽവി. ഞാൻ വിചാരിച്ച് ഒരു ജയം മാത്രമേ, 2 കളി ജയിച്ചപ്പോ എന്താണ് 2 ജയം 3 തോൽവി, അങ്ങനെ 4 പോയിന്റോടുകൂടി 7-ാം സ്ഥാനത്താണ് ഇപ്പോ ഈ പറയുന്ന രാജസ്ഥാൻ റോയൽസ്. മുംബൈ ഇന്ത്യൻസ് വളരെ പരിതാപകരമാണ് മുംബൈ ഇന്ത്യൻസിന്റെ കേസ്. മുംബൈ ഇന്ത്യൻസ് 5 കളി കളിച്ചു, 1 കളി മാത്രം ജയിച്ചു, 4 കളി ഓടി ഇറന്ന് പൊട്ടി എന്നുള്ളതാണ്. പിന്നെ പറയണ്ടല്ലോ CSK, അതായത് ചെന്നൈ സൂപ്പർ കിങ്സ്, പണ്ടത്തെ താരമായിരുന്നു, പണ്ടത്തെ കിടിലമായിരുന്നു, എല്ലാ കളിയും ഫൈനലിൽ വരെ എത്തുന്ന ഒരു റെക്കോർഡൊക്കെ ഇട്ട നമ്മുടെ ഈ പറയുന്ന ആരാണ്, നമ്മുടെ ധോണി. ഇപ്പം ധോണിയല്ല, തൊടയിൽ മാത്രമേ ഉള്ളൂ, അടിക്കാനും പറഞ്ഞുകൂടാ. വയ്യെങ്കിൽ കളഞ്ഞിട്ട് പോടെ, വയസ്സായി, എന്തിനാണ് ഇത്രയും കോടികൾ മുടക്കി എന്നെയൊക്കെ വന്നത് ഈ തള്ളക്കിളി കേൾക്കണ എന്തിന്റെ ധോണി? പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടെ, എന്തിനു വന്നിട്ട് അവസാനം വന്നിട്ട് ഇറങ്ങാൻ പേടി, അതിന് മുമ്പ് മറ്റവനെ ഇറക്കി വിടുന്നത് എന്തോ. സ്വന്തം ഇതിൽ നിനക്കൊരു വിശ്വാസം ഇല്ലെങ്കിൽ, എന്നെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തിന് മറ്റുള്ള പണം തിന്നാൻ വേണ്ടി വന്ന് കിടക്കുന്നത്? എനിക്ക് ഇത്രേ പറയാറുള്ളൂ, മനസ്സിലായോ? കളിക്കാൻ പറ്റില്ലെങ്കിൽ പോകണം, അല്ലെങ്കിൽ കളിക്കണം, അല്ലെങ്കിൽ അടിച്ച് നീ പൊക്കിയെങ്കിൽ ചോദിച്ചിട്ട് പോടെ. ഒരു മാന്യതയില്ല. കളി കഴിഞ്ഞാൽ 1-2 6 അടിച്ചില്ല, അവസാനം വരും ലാസ്റ്റ് അടിച്ചിട്ട് എന്ത് ഇട അടിച്ച് ജയിപ്പീരടേ, ഇല്ലെങ്കിൽ എന്തിനു കളിക്കാൻ നടക്കേണ്ടത്? സൺറൈസേഴ്സ് ഹൈദരാബാദ് കിടിലൻ ടീമാണ്. ബാറ്റ്സ്മാൻ പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ ബാറ്റ്സ്മാൻമാരുണ്ട്, പക്ഷെ ആ 4 കളിയും പൊട്ടി, 1 കളി മാത്രമേ ജയിച്ചുള്ളൂ, 2 പോയിന്റ് ഉണ്ട്. അപ്പൊ എന്തായാലും മുംബൈയും CSKയും സൺറൈസേഴ്സും 3 പേരും ഈ പറഞ്ഞ പിന്നീട് മത്സരത്തിലാണ്, ആര് ലാസ്റ്റ് വരും എന്നുള്ള മത്സരത്തിലാണ്. ഇപ്പോ പോയിന്റ് നിലവാരത്തിൽ 5 കളികൾ കളിച്ചുകൊണ്ട് നമ്മുടെ ഗുജറാത്ത് ഇപ്പൊ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ചാൻസ് ഉണ്ട്. എനിക്ക് ഒരു ടീമിൽ 14 കളി ഉണ്ടല്ലോ, അപ്പൊ എല്ലാവർക്കും ചാൻസ് ഉണ്ട്. കളിയൊക്കെ ജയിച്ച് വരട്ടെ, സഞ്ജുവിന്റെ ടീമും ജയിക്കട്ടെ എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ പറയുന്ന രാജസ്ഥാൻ റോയൽസ് എന്നുള്ള റോയൽ ടീം വെറും കൂറ ടീമായിട്ട് ഇന്ന് തോറ്റിട്ടുണ്ട്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.